സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടിയിലൊരു ചെറിയ പ്രോബ്ലം. നമ്മളൊന്ന് ലോങ് ട്രിപ്പ് അടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. ആ സമയത്താണ് ഈ പ്രോബ്ലം നമുക്ക് മനസ്സിലായത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിസ്സിങ് കാണിക്കുക. അതായത് നിർത്തി നിർത്തി എടുത്തിട്ട് പോകാം. നമ്മളിപ്പോൾ ഗിയറൊക്കെ മാറ്റുമ്പോൾ ഗിയറിനനുസരിച്ചുള്ള സ്പീഡ് കൊടുത്തില്ലെങ്കിൽ വണ്ടി ഒന്ന് പതുങ്ങി പതുങ്ങി പോകില്ലേ എന്നതുപോലെ ഒരു പോക്ക്. പക്ഷേ നമ്മൾ അങ്ങനെ ഗിയറിന് മാറ്റുമ്പോഴും നല്ല ആക്സിലേറ്റർ കൊടുത്താൽ പോലും ചിലപ്പോൾ കുറേ ദൂരം ആക്സിലേറ്റർ കൊടുത്താൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലെടുക്കുമ്പോൾ തന്നെ ഈ പതുങ്ങി പതുങ്ങി പോകുന്നത്. അപ്പോൾ എന്താ പ്രോബ്ലം ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു ഈ സ്പാർക്ക് പ്ലഗ് ചിലപ്പോൾ പ്രോബ്ലം ആയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ സ്പാർക്ക് പ്ലഗിൻ്റെ അവിടെ ഒരു ചെറിയ നിറമാറ്റമുണ്ട്. അപ്പോൾ സ്പാർക്ക് പ്ലഗുകളെല്ലാം മാറ്റാറായി എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് ആൾക്കും കൃത്യമായിട്ട് അറിയില്ല, നമുക്കും കൃത്യമായിട്ട് അറിയുന്നില്ല. പക്ഷേ ആൾ പറയുന്നത് കോൺഫിഡൻ്റായി പറയുന്നത് ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പാർക്ക് പ്ലഗ് മാറ്റണം. അതുകൂടാതെ തന്നെ ഈ സ്പാർക്ക് പ്ലഗിൽ വരുന്ന കോയിലും പോകാറായിട്ടുണ്ടെന്ന് ആൾ പറയുന്നത്. ഇതിപ്പോൾ എടുത്തു നോക്കിയപ്പോൾ സ്പാർക്ക് പ്ലഗുകളെല്ലാം മാറ്റാറായിട്ടുണ്ട് കേട്ടോ. അല്ല, ഇത് നോക്കിയതുകൊണ്ട് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ 4 സ്പാർക്ക് പ്ലഗുകൾ മാറ്റണം. NGK പറഞ്ഞ ഒരു കമ്പനിയുടെ കേട്ടോ. 160 രൂപയാണ് ഇതിന് ചാർജ് ചെയ്തിരിക്കുന്നത് ഒരു പീസിന്. അപ്പോൾ 4 എണ്ണം അത് മാറ്റുന്നുണ്ട്. മാറ്റിയാലും കുഴപ്പമില്ലാണ്ട് ഓടുന്നതാണ് ആൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കണം, നമുക്കും അറിയില്ല കേട്ടോ അത് എന്താ സംഭവം എന്നും. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇനി നോക്കണം. പിന്നെ ആ കാണിച്ചല്ലോ ഒരു കറുപ്പ് സാധനം, ഇതിൽ വരുന്ന ഒരു സർക്യൂട്ടോ എന്തോന്നോ പറഞ്ഞു. ഇതിന് മുകളിലായിട്ട് വരുന്ന ഒരു കറുപ്പ് സാധനം കാണിച്ചെന്നില്ല ആ ചേട്ടൻ, അതാണ് ആ സാധനമാണ് കേടുവന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാലപ്പഴക്കം കൊണ്ടാണ് അതിങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാർ വാങ്ങിച്ച ശേഷം ഞങ്ങളത് മാറ്റിയിട്ടില്ല. അതാ ഈ കാണുന്ന കറുപ്പ് കേട്ടോ. അപ്പോൾ അത് മാറ്റിയ ശരിയെന്നാണ് ആൾ പറയുന്നത്. പിന്നെ അതും കൂടി മാറ്റണം. പക്ഷേ ഇത് ഇങ്ങനെ ഇട്ടതൊന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ ഈ കാറിൻ്റെ ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് ഇത് കാണുന്നവർ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിനി വണ്ടി ഓടിച്ചാൽ മാത്രമേ ഉള്ളൂ. കുറച്ച് ലോങ് പോയാലേ അറിയുള്ളൂ. അപ്പം നമ്മളിനി ബാക്കിയെല്ലാം തിരിച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ പ്രോബ്ലം സോൾവ് ആയെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, ഈ പ്രോബ്ലം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ.